തിരുവനന്തപുരം കഠിനംകുളത്ത് വീടിനുള്ളിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെയും പ്രതിയെ കണ്ടെത്താനോ പ്രതി എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും പോലീസിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏറെ നിർണായകമായി ഇന്ന് സംഭവിച്ചത് ഈ കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടർ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. ആ സ്കൂട്ടർ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നായിരുന്നു ആ സ്കൂട്ടർ കണ്ടെത്തിയത്. നിലവിലെ നിഗമനം അനുസരിച്ച് കൊലയാളി എന്ന് സംശയിക്കുന്ന ഈ ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് അയാൾ ഈ കൊലയ്ക്ക് ശേഷം അവിടെ നിന്ന് ആതിരയുടെ സ്കൂട്ടറുമായി കടന്നു കളയുകയും ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു സ്കൂട്ടർ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ രക്ഷപ്പെട്ടതാകാം എന്നാണ് നിലവിലെ നിഗമനം. ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ യുവാവ് എറണാകുളം സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിറയൻകീഴ് ഭാഗത്ത് ഈ സ്കൂട്ടർ ഉപേക്ഷിച്ച ശേഷം ഇയാൾ എറണാകുളത്തേക്ക് രക്ഷപ്പെട്ടതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള 4 അംഗ സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. യാതൊരു സൂചനകളും പ്രതിയെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ആതിരയുടെ സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആതിര വെഞ്ഞാറമൂട് സ്വദേശിയാണ്. വെഞ്ഞാറമൂട് മൂളയം സ്വദേശിയാണ്. എന്തായാലും ആതിരയുടെ സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബം ഈ ഒരു കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബം പ്രതികരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്, തിരുവനന്തപുരം കഠിനംകുളത്താണ് ആതിരയും ഭർത്താവും താമസിച്ചിരുന്നത്. കഠിനംകുളം ദേവീക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലിരിക്കുന്ന വീട്ടിൽ, ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ഈ വീട്ടിൽ ആണ് ഈ ഭർത്താവ് ഈ പൂജയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഈ ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ, ഈ കഴുത്തിൽ കത്തി കുത്തി ഇറക്കപ്പെട്ട രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഈ ഭർത്താവ് നാട്ടുകാരെ വിവരം അറിയിച്ചു, അവർ പോലീസിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പോലീസും അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി മൃതദേഹം ഈ ഒരു വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയും ഇന്ന് ആദ്യം കഠിനംകുളത്ത് മൃതദേഹം കൊണ്ടുപോവുകയും അവിടെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ ആതിരയുടെ വീടായ വെഞ്ഞാറമൂട് കൊണ്ടുവരികയും മൂളയത്തുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയും ചെയ്യാണ്. എന്തായാലും ഈ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ഇയാൾ 2 ദിവസം മുന്നേ വന്ന് ആതിരയെ കൊലപ്പെടുത്തുമെന്ന ഒരു ഭീഷണി മുഴക്കിയിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീഷണി ഉയർത്തിയിരുന്നുവെന്ന് പിന്നീട്, അതായത് ആതിര മരിച്ച ശേഷം ഭർത്താവ് മറ്റുള്ളവരോട് പറയുകയുണ്ടായി. എന്തിനാണ് ഒരു ഭീഷണി, അതായത് ആതിരയെ കൊല്ലും എന്ന ഒരു ഭീഷണി എന്തിനാണ് ഉയർത്തിയത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല പോലീസ് നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ആതിരയുടെ ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആവശ്യം ആതിര നിരാകരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഈ സുഹൃത്ത്, ഇൻസ്റ്റഗ്രാം സുഹൃത്ത്, അയാൾക്ക് ഇതിലുള്ള പങ്ക് എന്താണ്, അയാൾ ഏതാണ്ട് എല്ലാം അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ എങ്കിൽ പോലും ഇയാൾ തന്നെയാണ് കൊല നടത്തിയത് എന്നത് ഏതാണ്ട് ഉറപ്പായ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഈ ഒരു കൃത്യനിർവഹണത്തിനുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കാരണം എന്താണ്, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ ഈ ഒരു വീട്ടിൽ മതിൽ ചാടി വന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മതിൽ ചാടി വന്നതിന് ശേഷം കൊലപാതകം നടത്തിയ ശേഷം ആതിരയുടെ സ്കൂട്ടറിൽ തന്നെ രക്ഷപ്പെടുന്നു എന്നാണ് നിലവിലെ നിഗമനം. മാത്രമല്ല മറ്റൊരു കാര്യം, ഇയാൾ പെരുമാതുറയിൽ ഒരു വാടക വീട്ടിൽ ഇയാൾ താമസിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പെരുമാതുറയിലെ ഈ വാടക വീട്ടിൽ 2-3 ദിവസം ഇയാൾ താമസിച്ചു. അവിടെ നിന്നാണ് ഇയാൾ ആതിരയുടെ വീട്ടിലേക്ക് വന്ന് ഈ ഒരു കൃത്യം ചെയ്തത് എന്നതും പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പെരുമാതുറയിലുള്ള അയാൾ താമസിച്ച വീട് ഏതാണെന്നും ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അയാൾ അവിടെ താമസിച്ചിട്ടുണ്ടോ, മറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നതിൻ്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാവിലെയും ഈ ഒരു ആതിരയെ കണ്ടവരുണ്ട്. അതായത് കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുന്ന ആതിര. ഇതാണ് ഇന്നലെ നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ എല്ലാവരും നമ്മളോട് മിക്കവരും പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. കുഞ്ഞിനെ ഈ ഒരു
8:45 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ആതിര കുഞ്ഞിനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടു. അതിനുശേഷമായിരിക്കാം ഈ ഒരു കൊലപാതകം നടന്നത് എന്നാണ് നിലവിലെ നിഗമനം. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പ്രതി ആരാണ്? പ്രതി എന്തിന് ഇത് ചെയ്തു? ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് തന്നെയാണോ പ്രതി? അയാൾ എന്തിനിത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി? അയാളുടെ ആവശ്യം എന്തായിരുന്നു? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? മാത്രമല്ല ഇവർക്കിടയിലെ പ്രശ്നം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കൊലപാതകം അത് നാടിനെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നാട്ടുകാരോടും മറ്റു ഉറ്റവരോടും ഒക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ വേദന അവർ പങ്കുവച്ചിരുന്നു. ഒന്നടങ്കം എല്ലാവരെയും സകലരെയും ഒന്നടങ്കം നടുക്കിയ ഒരു കൊലപാതകമാണ്. ഉറ്റവരുടെ വേദന ഒരു ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുമ്പോൾ ഒരു മകനുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട്. അപ്പോൾ മകൻ ഇപ്പോൾ തനിച്ചായിരിക്കുന്നു, ഭർത്താവുണ്ട്. അപ്പോൾ ഒരു കുടുംബം മൊത്തം വളരെ വേദനയോടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. തീർച്ചയായിട്ടും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. അവർ വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണം ഊർജിതമായിരിക്കുന്നു. പ്രതിയോട് അടുക്കാറായോ, പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടിയോ എന്നതടക്കമുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറെ നിർണായകമായി സ്കൂട്ടറും കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി പ്രതിയിലേക്ക് വേഗം തന്നെ എത്താനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഏവരും ആയിരിക്കുന്നത്. എന്തായാലും ആതിരയ്ക്ക് എന്താണ് ആ വീടിനുള്ളിൽ സംഭവിച്ചത്? ആതിര എങ്ങനെ കൊല്ലപ്പെട്ടു? അതിനുള്ള കാരണം എന്താണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആഷിനോടൊപ്പം ആൻസിയസ് ബെഞ്ചമിൻ.